ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ചോദിച്ച 2 ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണവുമാണ് നോക്കാൻ പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്. ഈ കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 അവിടുത്തെ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5-ാമത്തെയും 6-ാമത്തെയും ചോദ്യങ്ങളാണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യത്തിലൂടെ അതിൻ്റെ മുഴുവൻ മേഖലകളും നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശവും ലക്ഷ്യവും. ഇന്ന് 5-ാമത്തെ ചോദ്യം, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നതാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസ വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? രാമൻ നമ്പി, തലയ്ക്കൽ ചന്തു, പഴശ്ശിരാജ, എടച്ചേന, കുങ്കൻ എന്നാണ്. ഉത്തരം രാമൻ നമ്പിയാണ്. എല്ലാവർക്കും അറിയാം. ഈ ചോദ്യത്തിൽ തന്നെ വ്യക്തമായി കുറിച്യ കലാപം നടന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. കുറിച്യ കലാപം നടന്ന വർഷം അവിടെ പരാമർശിച്ചിട്ടുണ്ട് ചോദ്യത്തിൽ, 1812. എന്തിനു വേണ്ടിയാണ് കുറിച്യ കലാപം നടന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയതിന്. ബ്രിട്ടീഷുകാർ വെറുതെ അല്ല, അമിത നികുതി ചുമത്തിയതിനാണ് കുറിച്യ കലാപം ഉണ്ടായത് എന്ന്. അത് ആ നികുതി പണമായി തന്നെ നൽകണം. അമിത നികുതി നൽകണം, ആ നികുതി പണമായി തന്നെ നൽകണം. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇക്കാരണങ്ങൾ കൊണ്ട് 1812 കുറിച്യ കലാപം നടന്നു. കുറിച്യർ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്ര വിഭാഗക്കാരാണ്. കുറിച്യ കലാപത്തിൽ കുറിച്യർ എന്ന് പറയുന്ന വിഭാഗത്തെ കൂടാതെ വേറൊരു ഗോത്ര വിഭാഗം കൂടി ഇതിനകത്ത് പങ്കെടുത്തു. അവരാണ് കുറുമ്പർ. കുറിച്യരും കുറുമ്പരും. ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്ര ജനത നടത്തിയിരുന്ന ഒരു പരമ്പരാഗത കൃഷിയുണ്ട്. അവിടെയാണ് പ്രശ്നം. അതാണ് വെട്ടിച്ചുട്ടു കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി. വെട്ടിച്ചുട്ടു കൃഷി എന്ന് പറയുന്ന ഒരു കൃഷിയാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കപ്പെട്ടത്. അവിടെ വയനാട്ടിലെ ഗോത്ര വിഭാഗക്കാർ നടത്തിയിരുന്ന ഒരു പരമ്പരാഗത കൃഷിയായിരുന്നു അത്. കുറിച്യ കലാപം അതിശക്തമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മേധാവിയായിരുന്ന TH ബേബർ പറഞ്ഞത്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് മേധാവിയായ TH ബേബറാണ്. 1812 കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി തന്നെ നൽകണമെന്ന് പറഞ്ഞത്, നികുതി അടയ്ക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തത്. കുറിച്യ കലാപത്തിൽ കുറിച്യരോടൊപ്പം നിന്നത് കുറുമ്പർ. അവരുടെ പരമ്പരാഗത കൃഷി ഏതായിരുന്നു? വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി രീതിയായിരുന്നു. കുറിച്യ കലാപ സമയത്തെ തലശ്ശേരിയുടെ സബ് കളക്ടറുടെ പേരാണ് TH ബേബർ. ശ്രദ്ധിക്കണം, ബ്രിട്ടീഷ് സൈന്യം കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ രാമൻ നമ്പിയെ വധിക്കുന്നു. 1812 മെയ് മാസം 1-ാം തീയതി. 2 വിഭാഗക്കാരാണ് കുറിച്യ കലാപത്തിൽ പങ്കെടുത്തത്, കുറിച്യരും കുറുമ്പരും. ദക്ഷിണ വയനാട്ടിൽ കുറുമ്പരുടെ ആർമിക്ക്, അവരുടെ പോരാട്ട വീര്യത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു രാമൻ നമ്പി. രാമൻ നമ്പിയെ വധിക്കുന്നു 1812 മെയ് മാസം 1-ാം തീയതി. കുറിച്യർ അധിവസിച്ചിരുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ കണ്ണൂരിലും വയനാട്ടിലുമാണ് കുറിച്യർ അധിവസിച്ചിരുന്നത്. കുറുമ്പർ എന്ന് പറയുന്ന കുറിച്യ കലാപത്തിന് കുറിച്യരോടൊപ്പം മനസ്സും ശരീരവും പോരാട്ട വീര്യവും നൽകിയത് കുറുമ്പർ എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. അവരെ കേരളത്തിൽ കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറയുന്ന പ്രശസ്തമായ മേഖലയിലാണ്.
കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ വെള്ളി ലിപികളാൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ്. ഇത് ഒരുപാട് തവണ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. ശ്രദ്ധിക്കണം, ഗോത്ര ജനതയ്ക്കുമേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് തോമസ് വാർഡൻ. ഇവിടെ ആരാണ് തോമസ് വാർഡൻ എന്ന് ചോദിച്ചാൽ ഉത്തരം ഗോത്ര ജനതയ്ക്കുമേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഈ ബ്രിട്ടീഷുകാരുടെ മുന്നിലെങ്ങാനും ഈ കുറിച്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. 1812 മെയ് മാസം 8-ാം തീയതി കുറിച്യ കലാപം കെട്ടടങ്ങുന്നു. ഇതിനെ ബ്രിട്ടീഷുകാർ കുറിച്യ കലാപത്തെ അടിച്ചമർത്തിയ വർഷം 1812 തന്നെയാണ് മെയ് മാസം 8-ാം തീയതി. ഈ കുറിച്യ കലാപത്തെ തുടർന്ന് ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. ഒന്ന് രാമൻ നമ്പി, പ്ലാക്കച്ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ. ശ്രദ്ധിക്കണം, കുറിച്യ കലാപത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടവർ: 1 രാമൻ നമ്പി, 2 പ്ലാക്കച്ചന്തു, 3 1000 വീട്ടിൽ കോന്തപ്പൻ. കുറിച്യ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ: 1 രാമൻ നമ്പി തന്നെയാണ്, 2 വെൺകലോട്ട് കേളു, 3 1000 വീട്ടിൽ കോന്തപ്പൻ, പ്ലാക്കച്ചന്തു, യാമു, മാമ്പിൽ അതോടൻ. ഇവരാണ് കുറിച്യ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. കുറിച്യ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രാമൻ നമ്പി, വെൺകലോട്ട് കേളു, 1000 വീട്ടിൽ കോന്തപ്പൻ, പ്ലാക്കച്ചന്തു, യാമു, മാമ്പിൽ അതോടൻ എന്നിവരാണ്. കുറിച്യ കലാപത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട പ്രമുഖ നേതാവാണ് കേളു, അതായത് വെൺകലോട്ട് കേളു. നമ്മളിവിടെ പറഞ്ഞ ഈ രണ്ടാമത് പറഞ്ഞ കുറിച്യ കലാപത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് രാമൻ നമ്പിയാണെങ്കിൽ അത്തരത്തിൽ വേറൊരു നേതാവും കൂടിയുണ്ട് നമുക്ക് പറയപ്പെടേണ്ടത് വെൺകലോട്ട് കേളുവാണ്. കുറിച്യ കലാപത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട പ്രമുഖ നേതാവിന്റെ പേരാണ് വെൺകലോട്ട് കേളു. ഓക്കെ, ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യ കലാപങ്ങളിൽ ഏറ്റവും അവസാനത്തേത് ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ പറയണം കുറിച്യ കലാപം. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ഏറ്റവും അവസാനത്തേത് ഏത് എന്ന് ചോദിച്ചാൽ അത് കുറിച്യ കലാപം. കുറിച്യ കലാപം രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. വർഷം 1812 ആണ്. കുറിച്യ കലാപത്തെ ബാംബു ബ്ലോസം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരന്റെ പേര് ചോദിച്ചാൽ പറയണം KKN കുറുപ്പാണ് കുറിച്യ കലാപത്തെ ബാംബു ബ്ലോസം എന്ന് കുറിച്യ കലാപത്തെ വിശേഷിപ്പിച്ചത് ചരിത്രകാരന്റെ പേര് KKN കുറുപ്പ് എന്നാണ്. രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്തത് 1812 മാർച്ച് മാസം. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനും അനീതിക്കും എതിരെ നമുക്ക് പൊരുതിയേ പറ്റൂ എന്ന് രാമൻ നമ്പിയുടെ ആഹ്വാനം വരുന്നു 1812 മാർച്ച് മാസം. വയനാട്ടിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമെന്ന കലാപകാരികളുടെ പ്രതിജ്ഞ എടുത്ത സ്ഥലമാണ് പുൽപ്പള്ളി മുരിക്കന്മാർ ക്ഷേത്രത്തില്. വയനാട്ടിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമെന്ന കലാപകാരികളുടെ പ്രതിജ്ഞ എടുത്ത സ്ഥലമാണ് പുൽപ്പള്ളി മുരിക്കന്മാർ ക്ഷേത്രത്തിൽ. ഓക്കെ, ശ്രദ്ധിക്കണം, ഈ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കലാപകാരികൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ പ്രദേശങ്ങൾ എവിടെയാണ്? രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കലാപകാരികൾ സൈന്യവുമായി ഏറ്റുമുട്ടുന്നു എവിടെയാണ്? ചിങ്ങേരി, പാക്കം, മുദ്രമൂല, ഗണപതിവട്ടം, മുട്ടി. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇവർ, അതായത് കലാപകാരികൾ എന്നറിയപ്പെടുന്ന ഗോത്രവിഭാഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റുമുട്ടപ്പെടുന്ന സ്ഥലമാണ് ചിങ്ങേരി, പാക്കം, മുദ്രമൂല, ഗണപതിവട്ടം, മുട്ടി. ഓക്കെ, ഇനി ഈ കുറിച്യ കലാപം അതിശക്തമായ കലാപമാണ്. കാരണം കുറിച്യ കലാപത്തിൽ അവരുടെ യുദ്ധരീതി, അതായത് ഈ കലാപകാരികളുടെ യുദ്ധരീതി ഗറില്ല യുദ്ധരീതിയാണ്.
കലാപത്തെ അടിച്ചമർത്തപ്പെടുന്നു. കലാപത്തെ അടിച്ചമർത്തിയ വർഷം 1812 മെയ് മാസം 8-ാം തീയതിയാണ്. ഇവിടെ TH ബേബറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സൈന്യത്തെ കൊണ്ടുവരുന്നത് മൈസൂർ, തലശ്ശേരി. ഓക്കെ, അതായത് മൈസൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും പട്ടാളക്കാരെത്തുന്നു. കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി സബ് കളക്ടറായിരുന്ന TH ബേബറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സൈന്യത്തെ അവർ ഇറക്കുമതി ചെയ്യുന്നു. എവിടെ നിന്നാണ്? മൈസൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും. ഓക്കെ, നമുക്ക് കേൾക്കാം. രാമൻ നമ്പി വധിക്കപ്പെടുന്നു. രാമൻ നമ്പി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ വടക്കേ മലബാറിലെ കൂർഗിൽ വെച്ചാണ്. രാമൻ നമ്പി വീര മൃത്യു വരിച്ച വർഷം ചോദിച്ചാൽ ഉത്തരം 1812 ഏപ്രിൽ മാസം 10-ാം തീയതി രാമൻ നമ്പി മരണപ്പെടുന്നു. രാമൻ നമ്പി വധിക്കപ്പെടുന്നു. രാമൻ നമ്പി വധിക്കപ്പെട്ട സ്ഥലം വടക്കേ മലബാറിലെ കൂർഗാണ്. രാമൻ നമ്പി വീരമൃത്യു വരിച്ച വർഷം ചോദിച്ചാൽ 1812 ഏപ്രിൽ മാസം 30-ാം തീയതി. ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ന് കുറിച്യ കലാപമാണ് ഈ ഒരു ചോദ്യത്തിലൂടെ പഠിച്ചെടുത്തത്. കുറിച്യ കലാപത്തെക്കുറിച്ച് ഒരു PSC പരീക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ഈ ക്ലാസ്സിൽ തരാൻ കഴിഞ്ഞു. കുറിച്യ കലാപത്തിന്റെ കാരണം, കുറിച്യ കലാപം നടന്ന വർഷം, അതിന് നേതൃത്വം നൽകിയത് ആര്, നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു, ഈ കുറിച്യ കലാപത്തെക്കുറിച്ച് ബേബർ പറഞ്ഞ വാക്യങ്ങൾ എങ്ങനെയാണ്, മുഴുവൻ കാര്യങ്ങളും ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മലബാറിൽ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ കലാപങ്ങളിൽ ഏറ്റവും അവസാനത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് കുറിച്യ കലാപം ആണ് എന്ന് ഉത്തരം പറയാം. കുറിച്യ കലാപത്തിൽ കുറിച്യർക്കൊപ്പം, കുറിച്യർ എവിടെയാണ് കാണപ്പെടുന്നത്? കേരളത്തിൽ കണ്ണൂരിലും വയനാടിലുമാണ്. കുറിച്യർക്കൊപ്പം ഹൃദയവും മനസ്സും ഒക്കെ നൽകിയത്, അവരുടെ പോരാട്ട വീര്യം മുഴുവൻ നൽകിയത് കുറുമ്പരാണ്. കുറുമ്പരെ കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? പാലക്കാടിലെ അട്ടപ്പാടിയിലാണ് കുറുമ്പരെ കാണപ്പെടുന്നത് എന്നതെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്നും വിരമിക്കുന്നത്. ഒരു എപ്പിസോഡിൽ നമ്മൾ 2 ചോദ്യങ്ങളാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവാണോ, അയ്യങ്കാളിയാണോ, പൊയ്കയിൽ അപ്പച്ചനാണോ, ചട്ടമ്പി സ്വാമികളാണോ എന്നൊക്കെ ചോദിച്ചാൽ കല്ലുമാല സമരം എന്ന് പറഞ്ഞാൽ ഉത്തരം അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം അല്ലെങ്കിൽ ആഭരണങ്ങൾ ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ, അവർക്കെതിരെയാണ് അയ്യങ്കാളി കല്ലുമാല സമരം സംഘടിപ്പിക്കുന്നത്. ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഈ പുലയ ജാതിയിൽപ്പെട്ടവർക്ക് അവർക്ക് വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും ആഭരണങ്ങൾ ധരിക്കുന്നതിലും നിയന്ത്രണമുണ്ട്. ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് അറിയിക്കാൻ വേണ്ടി കല്ലുമാലകൾ ധരിച്ചിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം അല്ലെങ്കിൽ ആഭരണം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. അതുമായി ബന്ധപ്പെട്ട സമരമാണ് കല്ലുമാല സമരം. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അയ്യങ്കാളി തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഓക്കെ, അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ വളരെ പ്രശസ്തനാവുന്ന കേരള റിനൈസൻസിലെ പ്രമുഖനായ നേതാവാണ് അയ്യങ്കാളി. പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അവർക്ക് ചില പാതകൾ അവർക്ക് നിഷിദ്ധമായിരുന്നു, അവർക്ക് നിഷിദ്ധപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വളരെ പ്രശസ്തമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് വില്ലുവണ്ടി സമരം. കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം, ഇതെല്ലാം അധസ്ഥിത സമൂഹത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ്. ഈ വില്ലുവണ്ടി സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകുന്ന വർഷം 1893-ലാണ്. ഓക്കെ, സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും, ശ്രദ്ധിക്കണം, സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനം വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകൻ.
ഈ സമൂഹം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഈ സമൂഹം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ ഉന്നമനം ഉണ്ടാകൂ, സാമൂഹികമായ ഒരു ഉന്നമനം അധസ്ഥിത വിഭാഗത്തിൽ ഉണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. 1907 ഈ വർഷം വരെ PSC കൃത്യമായി നിരന്തരമായി എടുത്തു ചോദിച്ചിട്ടുണ്ട്. 1907 സാധുജന പരിപാലന സംഘം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. ഇനി അധസ്ഥിതരായ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ കഴിയില്ല, അവർക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഏത് സ്കൂളിലും അഡ്മിഷൻ കിട്ടണം. അതാണ് 2. തൊഴിലെടുക്കുന്നവർക്ക് കൂലി, വളരെ തുച്ഛമായ കൂലി വർധനവ്. ഇതെല്ലാം സാധുജന പരിപാലന സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു എന്ന്. അതായത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി 1907 സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത്. അധസ്ഥിത വിഭാഗങ്ങൾക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. അതുമായി ബന്ധപ്പെട്ട് കുറെ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പറയാം. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിച്ച നവോത്ഥാന നായകൻ ആര്? ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളി അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി ആരംഭിച്ച വിദ്യാലയം ആരംഭിച്ചത് 1904 ഓക്കെ. ഇനി ഹരിജന സമുദായത്തിന് വേണ്ടി ശ്രദ്ധിക്കണം, ഹരിജന സമുദായത്തിന് വേണ്ടി, അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി അയ്യങ്കാളി ചെയ്ത പ്രവർത്തനത്തെ ആദരിച്ചുകൊണ്ട് ഗവൺമെന്റ് അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കുന്നു. അയ്യങ്കാളിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കാണുന്ന ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി 5 തവണയാണ് നമ്മുടെ കേരളത്തിലേക്ക് സന്ദർശനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അയ്യങ്കാളിയെ കാണുന്നു. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രകീർത്തിച്ച ദേശീയ നേതാവിന്റെ പേരാണ് മഹാത്മാഗാന്ധി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. പറഞ്ഞ മനസ്സിലായോ? അതായത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അനുമതി നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കാണുന്ന പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരുക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം. ശ്രദ്ധിക്കണം. ഓക്കെ, കല്ലുമാല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇന്ന ഒരു വസ്ത്രം ധരിക്കുമ്പോഴാണ് ഈ ജാതിയിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഈ അനാചാരങ്ങളും എല്ലാ അനീതികൾക്കും എതിരെയൊക്കെ പടപൊരുതിയ ഒരു കൂട്ടം നേതാക്കന്മാരെയാണ് നമ്മൾ നവോത്ഥാന നായകർ എന്ന് പറയുന്നത്. അത് ദേശീയ തലത്തിലുമുണ്ട്, നമ്മുടെ കേരളത്തിലുമുണ്ട്. കേരളത്തിലെ നവോത്ഥാന നായകരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് ഇദ്ദേഹം, അയ്യങ്കാളി. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട് ഗോപാലദാസിന്റെ നേതൃത്വത്തിൽ സമ്മേളനം നടക്കുന്നു 1915 ഒക്ടോബർ 24 പെരിനാട് ചുമക്കാട്ട് ചെറുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. സാധുജന പരിപാലന സംഘം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അധസ്ഥിതരുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇതില് അയ്യങ്കാളിയോടൊപ്പം നിന്ന നേതാവാണ് ഗോപാലദാസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന സമ്മേളനം നടക്കുന്നത് 1915 ഒക്ടോബർ 24. അപ്പോ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ധരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവര് ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന്. അത് പൊട്ടിച്ചു കളയാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നിട്ട് മേൽവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് 1915 ഡിസംബർ 19 കൊല്ലത്ത് പീരങ്കി മൈതാനത്ത്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾ ഈ കല്ലുമാല പൊട്ടിച്ചെറിയുക, മേൽവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നു 1915 ഡിസംബർ 19 കൊല്ലത്ത് പീരങ്കി മൈതാനത്ത്. ഈ കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളിയോടൊപ്പം യോഗത്തിൽ പങ്കെടുത്തവരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള അധ്യക്ഷനായിരുന്നു, വെള്ളിക്കര ചോതി, കുറുമ്പൻ ദൈവത്താൻ. അദ്ദേഹം ഒരു കേരള നവോത്ഥാന നായകനാണ്. ഈ പറഞ്ഞവരെല്ലാം
കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യങ്കാളിയോടൊപ്പം യോഗത്തിൽ പങ്കെടുത്തവരാണ് ചങ്ങനാശ്ശേരി കെ പരമേശ്വരപിള്ള അധ്യക്ഷനായിരുന്നു. വെള്ളിക്കര ചോതി കുറുമ്പൻ ദൈവത്താൻ. അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഇവിടെ ഗോപാലദാസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, നേതാവാണ്. അദ്ദേഹമാണ് പെരിനാട് വിപ്ലവകാരി എന്നറിയപ്പെടുന്നത്. പെരിനാട് വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഗോപാലദാസ്. ഈ പെരിനാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം നടന്നത് 1915. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. കല്ലുമാല സമരം നടന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, പെരിനാട്. 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഒരിക്കലും നമ്മൾ അയ്യങ്കാളിയെ പൂർണ്ണമായും പഠിച്ചില്ല. അയ്യങ്കാളിയിൽ നിന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇത് ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ്. 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പഠിച്ചത്. 2 ചോദ്യങ്ങൾ, വളരെ വ്യക്തമായി 2 ചോദ്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ ചോദ്യം കുറിച്യ കലാപത്തെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 3 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സെഗ്മെന്റിലൂടെ നമ്മൾ പഠിച്ചത് 3 പ്രധാനപ്പെട്ട മേഖലകളാണ്. വളരെ പ്രധാനപ്പെട്ട 3 മേഖലകളാണ്. നാളെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വരുമ്പോൾ നിങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ റീസെൻ്റായി 2024 ഏറ്റവും അവസാന മാസങ്ങളിൽ നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും വരാനിരിക്കുന്ന പരീക്ഷയിൽ ഏറ്റവും മുതൽക്കൂട്ടാവുന്ന 3 പ്രധാനപ്പെട്ട സെഗ്മെന്റുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാജാസ് ക്ലാസ്സസ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, മലയാളം ഇംഗ്ലീഷ് മാത്സ് പഠിക്കാൻ മെം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് ഉണ്ട്. ഇനി നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്, നമ്മൾ ഹാജാസ് ക്ലാസ്സസിന്റെ തുടക്കം മുതൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ, ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സാധനമാണ് മോർണിംഗ് ടീ. ഈ മോർണിംഗ് ടീ ഈ വരുന്ന ബുധനാഴ്ച മുതൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. വീണ്ടും 45ഓളം മോർണിംഗ് ടീ പോർഷൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതെവിടെയോ വെച്ച് അല്പം ഒന്ന് സ്ട്രക്കായി പോയതാണ്. ഹാജാസ് ക്ലാസ്സസിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഹാജാസ് ക്ലാസ്സിന്റെ പ്രത്യേകത, ഏറ്റവും യോഗ്യരായ അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ബയോകെമിസ്ട്രിയിൽ PGയും അതേപോലെ മറ്റൊരു PGയും B.Edഉം M.Edഉം ഒക്കെ കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ഞാൻ ഒരു റിസർച്ച് വർക്കിലാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇംഗ്ലീഷ് അധ്യാപകനും റിയാസ് സാറ് വളരെ MAയും സെറ്റും നെറ്റും B.Edഉം ഒക്കെയുള്ള ഒരു അധ്യാപകനാണ്. മലയാളം പഠിപ്പിക്കുന്നത് ഗീതു ടീച്ചറാണ്. ടീച്ചർ B.Ed PhD ആണ്, ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് തന്നെ നോക്കൂ, എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആണ് അല്ല. അതുപോലെ ജോഗ്രഫി സ്റ്റീഫൻ സാറ്, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്. അതുപോലെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന വിജു സാറ്, എല്ലാവരും, എക്കണോമിക്സ് ബിനോയ് സാറ്, എല്ലാവരും എക്സ്പേർട്ടുകളാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും ഒന്നാമതായി നിങ്ങൾക്ക് ആനതരാം ചേനതരാം എന്നൊന്നും പറയില്ല, ടോപ്പിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ് ഒന്ന്. രണ്ടാമത്തത് വ്യക്തമായ PDF നോട്ടുകൾ. 3, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവും, ലൈവ് ക്ലാസ്, മെന്റർഷിപ്പ്, ഈ നമുക്ക് ആവശ്യം വേണ്ട വീക്ക്ലി എക്സാം, ടോപ്പിക് എക്സാം, ടെലഗ്രാമിൽ ഡെയിലി ടോപ്പിക് എക്സാം, ഇങ്ങനെ എല്ലാം വേണ്ടതെല്ലാം. ഇതിൻ്റെ ഫീസ് ഇപ്പോൾ 60% റിഡക്ഷനിലാണ്. നമ്മൾ ഓരോ ക്ലാസ്സുകളും LP UPയുടേത് 2026 നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഫീസ് വളരെ കുറവാണ്. ആദ്യത്തെ 100 കുട്ടികൾക്ക് മാത്രം 9,999 ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസ്കൗണ്ട് എല്ലാം പോയിട്ട് ഇപ്പം ഈ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 60% ഡിസ്കൗണ്ടും പോയിട്ട് 3,999 ഉള്ളൂ. പ്ലസ് GST കൂടെ അടയ്ക്കണം. പിന്നെ ഇതിനകത്ത് എല്ലാം കിട്ടും. കറണ്ട് അഫയേഴ്സ് കിട്ടും, SCRT ക്ലാസ് കിട്ടും, NCRT ക്ലാസ് കിട്ടും, എല്ലാം കിട്ടും. ജനറൽ PSC എന്ന് പറഞ്ഞൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, ഇതെല്ലാം പഠിക്കുന്നവർക്ക് ഒറ്റ ഒരു ക്ലാസ് എടുത്താൽ മതി. അതാണ് ജനറൽ PSC. അതിനും ഈ പറയുന്ന പോലെ ഫീസ് വളരെ 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 കുറവാണ്. ഫീസ് കുറയുമ്പോൾ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്, ക്ലാസ്സിനൊരു നിലവാരമുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അവിടെയാണ് മലയാളികൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ പറ്റിപ്പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ 25,000 രൂപ കൊടുത്തൊരു ക്ലാസ് എടുത്താൽ അതാണ് വലിയ ക്ലാസ് എന്ന് വിശ്വസിക്കും. കാരണം 25,000 രൂപ കൊടുത്തിട്ട് ഒരു മണ്ടത്തരം പറ്റിയെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും ഒരു മലയാളി തയ്യാറാവില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾക്ക് ഒരു സപ്പോർട്ട് തരണം, ക്ലാസ്സുകൾ കാണണം, പഠിക്കണം, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അടുത്ത ക്ലാസ് അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.